ദേ ഈ ഒരു കട എനിക്ക് വെറും ഒരു ലോട്ടറി കടയല്ല, എൻ്റെ ജീവിതത്തിലെ ഒരുപാട് ഓർമ്മകളുള്ള ഒരു സ്ഥലമാണ്. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ അച്ഛന് സ്വന്തമായിട്ട് ഈ ലോട്ടറി കച്ചവടം തുടങ്ങുന്നത്. അതിന് മുന്നേ വരെ വേറെ ജോലിയായിരുന്നു. അന്നൊക്കെ അച്ഛൻ വണ്ടിയിൽ ഫ്രണ്ടിൽ ഇങ്ങനെ 2 വീലറിൻ്റെ ഫ്രണ്ടിൽ ബോർഡൊക്കെ വെച്ചിട്ട് അതിലായിരുന്നു കൊണ്ട് നടന്ന് ലോട്ടറി കച്ചവടം ചെയ്തുകൊണ്ടിരുന്നത്. അതൊക്കെ കാണുമ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര നാണക്കേടായിരുന്നു. എൻ്റെ അച്ഛൻ ഇങ്ങനെ വണ്ടിയിൽ ലോട്ടറി കച്ചവടം ചെയ്യുന്നു, സ്കൂളിലായിക്കോട്ടെ ആരെങ്കിലും പുറത്തുനിന്നുള്ള ഒരു അച്ഛൻ എന്ത് ജോലി ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര എന്താ പറയാ, ഉള്ളിലൊരു നാണക്കേടായിരുന്നു അച്ഛൻ ഇങ്ങനെ ലോട്ടറി കച്ചവടമാണ് എന്ന് പറയാനായിട്ട്. അന്ന് എനിക്ക് മനസ്സിലാവാത്ത പല കാര്യങ്ങളും പിന്നീട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ ജോലിയിൽ എല്ലാ ദിവസവും ഒരുപോലെയല്ല. ചില ദിവസങ്ങളിൽ വരുമാനം ഉണ്ടാകും, ചില ദിവസങ്ങളിൽ വരുമാനം ഇല്ലാത്ത ദിവസങ്ങളുണ്ടാവും. പക്ഷെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഞങ്ങളെ നോക്കുന്ന കാര്യത്തിൽ അച്ഛൻ ഒരിക്കലും പിന്നോട്ട് പോയിട്ടില്ല. പിന്നീട് ഞാൻ 7ാം ക്ലാസ്സിലായപ്പോഴാണ് അച്ഛന് കടയിലേക്ക് മാറിയത്. അങ്ങനെ അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് സമയം കിട്ടുന്ന സമയത്തെല്ലാം ഞാൻ കടയിൽ ചെന്നിരുന്ന് അച്ഛൻ്റെ കൂടെ ഇരുന്ന് ലോട്ടറി കച്ചവടത്തിൻ്റെ ഒരു പാർട്ടായിട്ടുണ്ട്. അച്ഛനിപ്പോൾ പുറത്തോട്ടെവിടെയെങ്കിലും പോകണം എന്നൊക്കെ പറഞ്ഞാലും ഞാൻ കടയിൽ ചെന്നിരിക്കാറുണ്ട്. ആദ്യമൊക്കെ ചെറിയ നാണക്കേടും ബുദ്ധിമുട്ടായിരുന്നു, പക്ഷേ ഇപ്പം ഞാൻ ഭയങ്കര പ്രൗഡാണ്. കാരണം വളർന്നു വന്നപ്പോഴാണ് ശരിക്കും ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്. ജോലിയല്ല ഒരു മനുഷ്യനെ ശരിക്കും വിലയിരുത്തുന്നത്, ആ ജോലി ചെയ്യുന്ന രീതിയും അതിലൂടെ കുടുംബത്തെ നോക്കുന്ന ആ ഒരു മനസ്സുമാണ്. ഇന്നാരെങ്കിലും എന്നോട് വന്നിട്ട് അച്ഛൻ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു മടിയില്ലാണ്ട് പറയും, എൻ്റെ അച്ഛന് ലോട്ടറി കച്ചവടമാണ്. ഓരോ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ബഹുമാനമുണ്ട്. മറ്റുള്ളവരെ വേദനിപ്പിക്കാതെയും സത്യസന്ധമായിട്ട് ജീവിക്കാൻ സഹായിക്കുന്ന ഏത് ജോലിയും ചെറുതല്ല. ഈ ചെറിയ കടയിൽ നിന്ന് വന്ന വരുമാനം കൊണ്ടാണ് ഞാനും എൻ്റെ അനിയത്തിയും പഠിച്ചത്. ഞങ്ങളുടെ സ്കൂൾ ഫീസും എൻ്റെ കോളേജ് ഫീസിലും വീട്ടിലെ ആവശ്യങ്ങളും എല്ലാം ഈ കടയിൽ നിന്നാണ് നടന്നത്. 23ാം വയസ്സിൽ ഇന്നും ഓരോ കോഴ്സ് പഠിക്കുന്നതും പെയിന്റിങ് ചെയ്യുന്നതും എൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നതുമൊക്കെ അതിൻ്റെ പിന്നിൽ ഈ ചെറിയ കടയും അതിൽ ദിവസവും വന്നിരിക്കുന്ന എൻ്റെ അച്ഛനും വലിയ പങ്കുണ്ട്. അതുകൊണ്ട് ഈ കട കാണുമ്പം എനിക്ക് ഒരിക്കലും ബിസിനസ് മാത്രമായിട്ട് കാണാൻ കഴിയില്ല. എൻ്റെ സ്വപ്നങ്ങൾക്ക് അടിത്തറയായ ഒരു സ്ഥലവും കൂടിയാണ്. പണ്ടൊക്കെ എനിക്ക് അച്ഛൻ്റെ ജോലിയെ പറ്റി പറയാനാണെങ്കിൽ ഭയങ്കര നാണക്കേടായിരുന്നു. ഇന്ന് ആലോചിക്കുമ്പോൾ ആ നാണക്കേടിനെ കുറിച്ചാണ് എനിക്ക് നാണം തോന്നുന്നത്. കാരണം അന്ന് ഞാൻ കണ്ടത് ലോട്ടറി വിൽക്കുന്ന ഒരാളെ ആയിരുന്നു. ഇന്ന് ഞാൻ കാണുന്നത് സ്വന്തം കുടുംബത്തിന് വേണ്ടി എന്ത് കഷ്ടപ്പാടും സഹിച്ച് ആ ഒരു അച്ഛനെയാണ്. എനിക്ക് പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്നെ പഠിപ്പിച്ചു, എനിക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം വാങ്ങിത്തന്നു. ഇന്ന് ഞാൻ എൻ്റെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ ഓടുമ്പോഴും അതിന് പിന്നിൽ എൻ്റെ അച്ഛനും അമ്മയും തന്നെയാണ്. ഐ ലവ് യു അച്ഛ, ഐ ലവ് യു അമ്മ, ആൻഡ് ഐ വിൽ ഓൾവേസ് ബി പ്രൗഡ് ടു ബി യുവർ ഡോട്ടർ. Thank you for everything.